സൂര്യനും സൗരവംശവും. കശ്യപനും അദിതിക്കും വിവസ്വനൻ എന്നൊരു പുത്രനുണ്ടായിരുന്നു എന്നത് നിങ്ങൾ ഇപ്പോൾ മറന്നിട്ടുണ്ടാകും. ഇത് സൂര്യൻ അല്ലെങ്കിൽ മാർത്താണ്ഡൻ എന്നും അറിയപ്പെടുന്ന സൂര്യദേവനായിരുന്നു. വിശ്വകർമ്മയുടെ മകളായ സംജ്ഞയാണ് സൂര്യവിവാഹം കഴിച്ചത്. അവർക്ക് 2 ആൺമക്കളുണ്ടായിരുന്നു. ആദ്യത്തെ മകൻ വൈവസ്വത മനുവും രണ്ടാമത്തെ മകൻ മരണത്തിന്റെ ദേവനായ യമൻ അല്ലെങ്കിൽ ശ്രദ്ധദേവനുമായിരുന്നു. യമയ്ക്ക് യമുന എന്ന ഇരട്ട സഹോദരിയുണ്ടായിരുന്നു. സൂര്യന്റെ ഊർജ്ജം വളരെ ശക്തമായിരുന്നു. സംജ്ഞയ്ക്ക് തന്റെ ഭർത്താവിനെ നോക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ശക്തികളിലൂടെ അവൾ സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെപ്പോലെ ഒരു ചിത്രം സൃഷ്ടിച്ചു. ഈ ചിത്രത്തെ ഛായ, നിഴൽ എന്നാണ് വിളിച്ചിരുന്നത്. സംജ്ഞ ഛായയോട് പറഞ്ഞു, എന്റെ ഭർത്താവിന്റെ ഊർജ്ജം എനിക്ക് താങ്ങാനാവുന്നില്ല. ഞാൻ അച്ഛന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ നിൽക്കൂ, സംജ്ഞയായി അഭിനയിച്ച് എന്റെ കുട്ടികളെ നോക്കൂ. ഒരു സാഹചര്യത്തിലും ആരോടും പറയരുത്. തീർച്ചയായും എന്റെ ഭർത്താവല്ല നിങ്ങൾ. സംജ്ഞയല്ലെന്ന്. നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ചെയ്യും. ഛായ മറുപടി നൽകി. എന്നാൽ ആരെങ്കിലും എന്നെ ശപിക്കുന്നതോ മുടിയിൽ പിടിച്ച് വലിക്കുന്നതോ ആയ നിമിഷം സത്യം വെളിപ്പെടുത്താൻ ഞാൻ നിർബന്ധിതനാകും. സംജ്ഞ തന്റെ പിതാവായ വിശ്വകർമ്മയുടെ അടുത്ത് ചെന്ന് താൻ ചെയ്ത കാര്യം പറഞ്ഞു. വിശ്വകർമാവ് അവളോട് ഭർത്താവിന്റെ അടുത്തേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ സംജ്ഞ ചെയ്യാൻ തയ്യാറായില്ല. പകരം അവൾ ഉത്തരഗുരു എന്നറിയപ്പെടുന്ന ദേശത്തേക്ക് പോയി. അവിടെ ഒരു മാർ ആയി ജീവിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ സംജ്ഞയ്ക്ക് പകരം ഛായ എത്തിയെന്ന് തിരിച്ചറിയാതിരുന്ന സൂര്യയ്ക്ക് ഛായയിലൂടെ 2 ആൺമക്കൾ പിറന്നു. അവർക്ക് സാവർണി മനു എന്നും ശനി എന്നും പേരിട്ടു. സ്വന്തം മക്കൾ ജനിച്ചയുടൻ ഛായ സംജ്ഞയുടെ കുട്ടികളോട് പണ്ടത്തെപ്പോലെ സ്നേഹം പ്രകടിപ്പിച്ചില്ല. വൈവസ്വത മനു ശാന്തനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം സൂചിപ്പിച്ച അവഗണനയെ അവഗണിച്ചു. എന്നാൽ യമൻ അത്ര സഹിഷ്ണുത കാണിച്ചില്ല. കൂടാതെ അവനും ചെറുപ്പമായിരുന്നു. ഛായയെ ചവിട്ടാൻ അവൻ കാലുയർത്തി. ഇതോടെ ഛായ യമന്റെ കാലുകൾ കൊഴിഞ്ഞു പോകുമെന്ന് ശപിച്ചു. യമ പോയി സൂര്യയോട് പരാതി പറഞ്ഞു. ഞാൻ അവളെ ശരിക്കും ചവിട്ടിയിട്ടില്ല. അവൻ പറഞ്ഞു. ഞാൻ ഭീഷണിപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. ഒരു അമ്മ എപ്പോഴെങ്കിലും മക്കളെ ശപിച്ചിട്ടുണ്ടോ? എനിക്ക് ശാപം മാറ്റാൻ കഴിയില്ല, സൂര്യ മറുപടി നൽകി. ഏറ്റവും നല്ലത്. എനിക്ക് അതിന്റെ തീവ്രത കുറയ്ക്കാൻ കഴിയും. നിങ്ങളുടെ കാലുകൾ യഥാർത്ഥത്തിൽ വീഴുകയില്ല. നിങ്ങളുടെ കാലിലെ മാംസത്തിൽ ചിലത് ഭൂമിയിലേക്ക് വീഴുകയും പുഴുക്കളെ സൃഷ്ടിക്കുകയും ചെയ്യും. അതുവഴി നിങ്ങളുടെ ശാപമോക്ഷം ലഭിക്കും. എന്നിരുന്നാലും ഒരു അമ്മ എന്നെങ്കിലും തന്റെ മക്കളെ ശപിക്കുമോ എന്ന് യമൻ ചോദിച്ചതിൽ സത്യമുണ്ടെന്ന് സൂര്യയ്ക്ക് തോന്നി. അവൻ ഛായയെ സത്യം കൊണ്ട് ചോദ്യം ചെയ്തു. പക്ഷേ ഛായ ഒന്നും വെളിപ്പെടുത്തിയില്ല. തുടർന്ന് സൂര്യ അവളുടെ മുടിയിൽ പിടിച്ച് ശപിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇപ്പോൾ അവളുടെ നിബന്ധനകൾ ലംഘിച്ചതിനാൽ ഛായ സത്യം മറച്ചുവച്ചു. അങ്ങേയറ്റം ദേഷ്യത്തോടെ സൂര്യ വിശ്വകർമാവിന്റെ വീട്ടിലേക്ക് പോയി. വിശ്വകർമാവ് അവനെ തണുപ്പിക്കാൻ ശ്രമിച്ചു. നിങ്ങളുടെ അമിതമായ ഊർജ്ജം മൂലമാണ് ഇത് സംഭവിച്ചത്. വിശ്വകർമാവ് ആക്രോശിച്ചു. നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ അധിക ഊർജ്ജം ഞാൻ കുറച്ചു കളയും. അപ്പോൾ സംജ്ഞയ്ക്ക് നിങ്ങളെ നോക്കാൻ കഴിയും. ഈ നിർദ്ദേശം സൂര്യ സമ്മതിച്ചു. ക്ഷൗരം ചെയ്ത ഊർജ്ജം ഉപയോഗിച്ച് വിശ്വകർമ്മ വിഷ്ണുവിന്റെ സുദർശന ചക്രം പോലെയുള്ള മൂർച്ചയുള്ള ആയുധം നിർമ്മിച്ചു. സംജ്ഞമാരിന്റെ രൂപത്തിൽ ഉത്തരകുരുവിലാണ് എന്ന് സൂര്യ കണ്ടെത്തി. ഒരു കുതിരയുടെ രൂപത്തിൽ അയാൾ അവളോട് അവിടെ ചേർന്നു. കുതിരകളായി അവർക്ക് നസത്യ, ദസ്ര എന്നിങ്ങനെ 2 പുത്രന്മാരുണ്ടായിരുന്നു. അശ്വ എന്നാൽ കുതിര എന്നതുകൊണ്ട് പുത്രന്മാർ 2 അശ്വിനികൾ എന്നും അറിയപ്പെട്ടു. ദേവന്മാരുടെ വൈദ്യന്മാരായി സൂര്യയും സംജ്ഞയും പിന്നീട് തങ്ങളുടെ അശ്വരൂപങ്ങൾ ഉപേക്ഷിച്ച് സന്തോഷത്തോടെ ജീവിച്ചു. ഹിന്ദുമതത്തിൽ പ്രപഞ്ചത്തിന്റെ അധിപതിയായി സൂര്യദേവനെ സൂര്യൻ ഗ്രഹം കണക്കാക്കുന്നു. കശ്യപ മഹർഷിയുടെയും അദിതിയുടെയും പുത്രനായി കണക്കാക്കുന്നു. സൂര്യന്റെ വാഹനം അശ്വങ്ങൾ വഹിക്കുന്ന തേരാണ്. ഭൂമിക്ക് ചുറ്റും നിതാന്തം സഞ്ചരിച്ച് രാത്രിയും പകലും സൃഷ്ടിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു. മഹാവിഷ്ണുവിന്റെ അംശാവതാരങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് സൂര്യഭഗവാൻ. ഇതാണ് സൂര്യഭഗവാന്റെ ഐതിഹ്യം.